+1 Maths Improvement Exam Chapter 1 Sets. നമ്മളിങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോയിന്റ്സും അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ ഡിസ്കഷനുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ്. നിങ്ങൾ നേരത്തെ +1 പഠിച്ചു എന്നുള്ള ധാരണയിലാണിത്. അതായത് +1 പഠിച്ച പോയിന്റ്സ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ള കാര്യവും അതുകൂടാതെ എങ്ങനെയാണ് ആ പാർട്ടിൽ നിന്ന് എക്സാമിന് പബ്ലിക് എക്സാമിന് സാധാരണയായി ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാസ് നമ്മൾ നടത്തുന്നത്. അതിൽ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ +1 പഠിച്ച പ്രധാനപ്പെട്ടത് ഒന്ന് അതിൻ്റെ ഡെഫിനിഷനാണ്. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിൽ ഓരോ മെമ്പറിനെയും പറയുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് ദി സെറ്റ്. എക്സാമ്പിളായിട്ട് നിങ്ങൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് കളക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള എന്ന് പറയുമ്പോൾ കേരളത്തിൽ 14 ജില്ലകളുണ്ടെന്ന് അറിയാം. ആ 14 ജില്ലകളാണ് ഈ സെറ്റിൽ വരുന്നത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ സ്ഥലം ഈ സെറ്റിൽ വരുന്നതല്ല. അപ്പോൾ അതാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് <5 5ൽ കുറവായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ്. അത് സെറ്റ് 1 2 3 4 അതാണ് ആ കളക്ഷനിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. A B C അങ്ങനെയാണ് നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത്. ഇനി ഒരു എലമെന്റ് എയിലുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലുണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് A belongs to A എന്നാണ് ഇത് വായിക്കുന്നത്. അതേപോലെ ഒരു എലമെന്റ് എ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിൽ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന എലമെന്റ് ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? A does not belong to A. പിന്നെ പഠിച്ചത് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമാണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ നമ്മൾ എഴുതുന്നു. ഏതിനകത്താണ്? ഒരു കേളി ബ്രാക്കറ്റിനകത്ത് ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ എഴുതുന്നു. ആ എലമെന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ റോസ്റ്റർ ഫോമിൽ ഇതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിനകത്ത് ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. 5ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 2 3 4. അപ്പോൾ ഈ സെറ്റിന്റെ ബ്രാക്കറ്റിനകത്ത് 1 2 3 4 എന്നുള്ള രീതിയിൽ എഴുതുന്നു. ഇനി സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആയി എഴുതുന്നു. ഇനി എഴുതുന്നത് ആ എക്സിന്റെ പ്രത്യേകത എന്താണോ ആ എലമെന്റിന് ഉള്ള പ്രത്യേകത അതാണ് അടുത്തതായിട്ട് ആ സെറ്റിൻ്റെ ഇതിൽ എഴുതാൻ പോകുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത അതേ എക്സാമ്പിളിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ആ എലമെന്റിനെ ജനറൽ ആയിട്ട് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് ആ എലമെന്റ്സിന്റെ പ്രത്യേകത? അതാണ് ഈ കോളന് ശേഷം നമ്മൾ എഴുതുന്നത്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ <5. അതിന് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ഇങ്ങനെയാണ്. അതിന് എ എന്നുള്ള പേര് കൊടുക്കുന്നു. സെറ്റ് 1 2 3 4. ഇനി വേറൊരു സെറ്റ് ബി എന്ന് പറയുന്നത് 2 4 6 8 എക്സെട്ര. അതായത് ഇതിന്റെ പ്രത്യേകത നോക്കുക, ഇത് ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഒരു എക്സ് എന്ന് എഴുതുന്നു. എന്താണ് ആ എക്സിന്റെ പ്രത്യേകത? എന്താണ് നമുക്ക് ഈ എലമെന്റ്സിനുള്ള പ്രത്യേകതയായി കാണാൻ പറ്റിയത്? അതാണ് ഈ കോളന് ശേഷം നമ്മൾ എഴുതുന്നത്. ഇതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ എക്സ് ആയിട്ട് എടുത്താൽ ആ എക്സ് എന്തായിരിക്കണം? ഇരട്ട സംഖ്യയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ബിയിൽ ഉണ്ടാവൂ. അപ്പോൾ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ നമ്പർ. അടുത്ത സി ആയിട്ട് എടുത്തത് AEIOU. ഇത് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത അത് വവൽസ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എക്സ് എന്ന് എടുക്കുന്നു. എന്താണ് ആ എക്സിന്റെ പ്രത്യേകത? എക്സ് ഇതിലുണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് എ വവൽ. ഇനി എക്സാമ്പിൾസ് ഓഫ് സെറ്റ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം എണ്ണൽ സംഖ്യകളാണ്. n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ വരുന്ന നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര.
സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന W ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ എണ്ണൽ സംഖ്യകളുടെ ഒന്നിച്ച് 0 കൂടി വന്നാൽ അതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് W കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന Z കൊണ്ടാണ്. അതിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളും 0യും പിന്നെ അതിൻ്റെ തന്നെ നെഗറ്റീവായി വരുന്ന നമ്പേഴ്സ്, അതായത് -1, -2, -3 അങ്ങനെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് 0, 1, 2, 3, 4 എക്സെട്ര. അതാണ് Z എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5, 7, 11, 13, 17 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. സാധാരണയായിട്ട് പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനിൽ എല്ലാവരും പ്രൈം നമ്പേഴ്സിനെ 1 എന്ന് എഴുതി കാണാറുണ്ട്. 1 അല്ല, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ നമ്പേഴ്സും കൂടി ഓർത്ത് വെക്കുക. പ്രൈം നമ്പേഴ്സ് എന്ന് കണ്ടാൽ ഇതാണ് പ്രൈം നമ്പേഴ്സ്. 2, 3, 5, 7, 11, 13 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1/2, 5/7, 3/2 ആ രീതിയിലുള്ള നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സെറ്റ്സ്. നൾ സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്, അതായത് ബ്രാക്കറ്റ് മാത്രം, സെറ്റിന്റെ ബ്രാക്കറ്റ് മാത്രം, അതിനാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ് 5. പിന്നെയുള്ളത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമുള്ള സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ എണ്ണം ഫൈനൈറ്റ് അല്ല എങ്കിൽ അങ്ങനെയുള്ള സെറ്റിന് പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അടുത്ത ഇക്വിവാലന്റ് സെറ്റ്. ഇക്വിവാലന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് സെറ്റ് എയും ബിയും എടുത്ത് അതിലെ എലമെന്റ്സിന്റെ എണ്ണം തുല്യമാണെങ്കിൽ അങ്ങനെയുള്ള സെറ്റിന് പറയുന്ന പേരാണ് ഇക്വിവാലന്റ് സെറ്റ്. N ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റിന്റെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. N ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആണ്. അടുത്ത ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് ബോത്ത് ദ സെറ്റ്സ് ആർ സെയിം. രണ്ട് സെറ്റ് ഈക്വൽ ആവണമെങ്കിൽ അതിലുള്ള എലമെന്റ്സ് സെയിം ആയിരിക്കണം. അടുത്ത ഡിസ്ജോയിന്റ് സെറ്റ്. രണ്ട് സെറ്റ് ഡിസ്ജോയിന്റ് സെറ്റ് ആവണമെങ്കിൽ അതിന് കോമൺ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് സബ്സെറ്റ്സ്. ഒരു സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന് പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ബി. ബി ഈസ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. ബി ഈസ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. ലാർജർ സെറ്റ് ആണ് സൂപ്പർ സെറ്റ്, സ്മോളർ സെറ്റ് ആണ് സബ്സെറ്റ്. എ എന്ന് പറയുന്നതാണ് ബിയുടെ സബ്സെറ്റ്. എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 എന്ന് എടുക്കാം. ഇതിന്റെ സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് വരുന്ന സെറ്റ് എടുക്കാം. നമുക്ക് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ഇനി രണ്ടെണ്ണം വെച്ചുള്ള സബ്സെറ്റ്സ് എടുക്കാം. സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3 ഇത്രയും സബ്സെറ്റ്സ് എഴുതി. ഇത് കൂടാതെ അതേ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്, അതായത് ബി തന്നെ ബിയുടെ സബ്സെറ്റ് ആണ്. അതാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെയുള്ളത് നൾ സെറ്റ്. എലമെന്റ്സ് ഒന്നുമില്ലാത്ത സെറ്റും ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 4, 6, 8 സബ്സെറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സബ്സെറ്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് 3 എലമെന്റ് ആണുള്ളത്. അപ്പോൾ 2⁻³ ആണ് സബ്സെറ്റിന്റെ എണ്ണം. ഇത് 4 എലമെന്റ് ഉണ്ടെങ്കിൽ 2⁴ ആണ് സബ്സെറ്റിന്റെ എണ്ണം. 5 എലമെന്റ് ആണെങ്കിൽ 2⁵5. m എലമെന്റ് ആണെങ്കിൽ 2⁻m. അതാണ് ഈ എഴുതിയിട്ടുള്ളത്. എയില് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2⁻m ആണ്. ഈ സബ്സെറ്റ്സ് പറയുമ്പോൾ തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ് പവർ സെറ്റ്സ്. പവർ സെറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. ഒരു സെറ്റ് എ തന്നാൽ അതിന്റെ സബ്സെറ്റ്സ് കണ്ടുപിടിക്കുക. സബ്സെറ്റ്സ് ഓഫ് എ, ഓൾ സബ്സെറ്റ്സ് ഓഫ് എ, എയുടെ എല്ലാ സബ്സെറ്റും കാണുക. അതിനെ ഒരു സെറ്റിന്റെ ബ്രാക്കറ്റിനകത്ത് എഴുതിയാൽ ആ സെറ്റിന് പറയുന്ന പേരാണ് പവർ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഈസ് കോൾഡ് ദി
പവർ സെറ്റ് ഓഫ് എ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് കാണാൻ എന്ത് ചെയ്യണം? ബിയുടെ എല്ലാ സബ്സെറ്റും എഴുതുക. അതിന് ഒരു സെറ്റിന്റെ ബ്രാക്കറ്റ് കൊടുക്കുക. എല്ലാ സബ്സെറ്റ്സും എഴുതി അതിന്റെ സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് ഓഫ് ബി. അപ്പോൾ പവർ സെറ്റ് ഓഫ് ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? എലമെന്റ്സിന്റെ എണ്ണം കാണാൻ ഇതില് എണ്ണം നോക്കിയാൽ മതി. അതായത് സബ്സെറ്റ്സിന്റെ എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ ബിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ക്യൂബ് ആണ് സബ്സെറ്റ്സിന്റെ എണ്ണം. അപ്പോൾ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണവും 2 ക്യൂബ് ആണ്. അപ്പോൾ 2m ആണെങ്കിൽ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാലും 2m ആണ്. ഇനി പ്രോപ്പർ സബ്സെറ്റ്സ്, ബിയുടെ പ്രോപ്പർ സബ്സെറ്റ്സ് അല്ലെങ്കിൽ എയുടെ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2m - 1 ആണ്. നെക്സ്റ്റ് ഇന്റർവെൽസ്. ഈ ഇന്റർവെൽസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലും ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതില് ഈ ഓപ്പൺ ബ്രാക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഓപ്പൺ ബ്രാക്കറ്റ് എ ബി എന്നുള്ളതിന് നമ്മൾ വായിക്കേണ്ടത് ഓപ്പൺ ഇന്റർവൽ എ ബി എന്നാണ്. ഓപ്പൺ ഇന്റർവൽ എ ബി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ ലൈൻ കൺസിഡർ ചെയ്യുക. അതിൽ എ എന്ന് പറയുന്ന നമ്പർ മാർക്ക് ചെയ്തു, ബി എന്ന് പറയുന്ന നമ്പർ മാർക്ക് ചെയ്തു. എക്കും ബിക്കും ഇടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും, ഇടയിൽ വരുന്ന ഓരോ പോയിന്റും ഓരോ നമ്പറാണ്. ആ നമ്പേഴ്സ് വരുന്ന സെറ്റിനെയാണ് ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് എക്സ് എന്ന് എടുത്താൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതാം. എക്സ് ആണ് ഇതിന്റെ ഇടയിൽ വരുന്ന നമ്പർ എങ്കിൽ ആ എക്സിന്റെ പ്രത്യേകത എന്താണ്? അതൊരു റിയൽ നമ്പർ ആണ്. അത് എക്കും ബിക്കും ഇടയിലാണ്. അതാണ് ഇങ്ങനെ എഴുതിയത്, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അടുത്ത ഇന്റർവെല് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്ഡ് എന്നാണ് വായിക്കേണ്ടത്, ഓപ്പൺ ക്ലോസ്ഡ്. അപ്പൊ ഇന്ന് തന്നെ ഇതുമായി ബന്ധമുള്ളതാണ്. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്, ഇതേ ബ്രാക്കറ്റ് ആണ്. എ ബി എന്ന് കാണുമ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ്. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് എ ഇല്ല. ഇനിയോ റൈറ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് വന്നാൽ അതിന്റെ അർത്ഥം ആ എൻ പോയിന്റ് ആ സെറ്റിൽ ഉണ്ടാവും. അതായത് എക്സ് ഈസ് എ റിയൽ നമ്പർ, എ ലെസ് ദാൻ എക്സ് ഈക്വൽ ഇല്ല, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ബിയുടെ സൈഡിൽ ഈക്വൽ ആണ്, അപ്പൊ ബി വരാം. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ എലമെന്റും ബിയും. അതാണ് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ നമ്പറും ഈ സൈഡിലാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉള്ളത്. അപ്പോൾ എ വന്നു, ഏതില്ല? ബി ഇല്ല. അപ്പോൾ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് എ. ഇനി ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും, പിന്നെ ഏതും വന്നു? എയും വന്നു, ബിയും വന്നു. ഇത്രയും ഇന്റർവെൽസ് ഓർത്ത് വെക്കുക. അടുത്ത വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അതൊരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെറ്റ്സ്. നമുക്ക് തരുന്ന സെറ്റുകൾ തമ്മിലുള്ള റിലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രംസ് ആണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ യു ഈക്വൽ ടു, യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതായത് നമുക്ക് തരുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജർ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് രണ്ട് സെറ്റ് എയും ബിയും തന്നു, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുമ്പോൾ 1, 3 വേണം, 2 കൂടി വേണം. അങ്ങനെ വരുന്ന 1ഉം 2ഉം 3ഉം വരുന്ന ഏതൊരു സെറ്റിനെയും നമുക്ക് യൂണിവേഴ്സൽ സെറ്റായി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതായത് സെറ്റ് 1, 2, 3 തന്നെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം. സെറ്റ് 1, 2, 3, 4 എടുക്കാം. സെറ്റ് 1, 2, 3, 4, 5 അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യു ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ഈ എക്സാമ്പിളിൽ യു ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, എ ഈക്വൽ ടു സെറ്റ് 1, 3, ബി ഈക്വൽ ടു 2 എന്ന് എടുക്കുന്നു. അപ്പൊ യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കിൾ ആണ്. എയും ബി എന്ന് പറയുന്ന സബ്സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ സർക്കിളോ ഓവൽ ഷേപ്പിലുള്ളതോ എടുക്കാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എയും ബി റെക്റ്റാങ്കിൾ വരയ്ക്കുക. രണ്ട് സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായി എയും ബിയും മാർക്ക് ചെയ്യുന്നു. എയിലെ എലമെന്റ് അതാണ് ഈ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സിനകത്ത് എഴുതുന്നത് 1, 3. ബിയിലെ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ 2. ഈ എയും ബിയും ഏതിൽ വന്നു? യു എന്ന് പറയുന്ന റെക്റ്റാങ്കിളിനകത്താണ്. അപ്പൊ യുവില് 1, 3, 2 ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത്
4 5 6 അത് എയിലും ബിയിലും ഇല്ലാത്തതാണ്. അപ്പോൾ എക്കും ബിക്കും ഔട്ട്സൈഡായി യുവിനകത്ത് നമ്മൾ ഈ എലമെന്റ്സ് ബാക്കിയുള്ള എലമെന്റ്സ് എഴുതണം. നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്നത് അതിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ് ഈ 4 ഓപ്പറേഷൻസ് ആണ് നിങ്ങൾ ഈ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കുന്നത്. അതിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റിന്റെ യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതൊരു സെറ്റാണ്. ആ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും എഴുതുക. അതായത് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഫ്രം എ ആൻഡ് ബി, എയിൽ നിന്നും ബിയിൽ നിന്നുമുള്ള എല്ലാ എലമെന്റിന്റെയും സെറ്റിനെയാണ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും പൊതുവായി വരുന്ന എലമെന്റ്സിന്റെ സെറ്റിനെയാണ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെ ഓർത്തു വെക്കുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന എല്ലാ എലമെന്റും. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എയിലും ബിയിലും പൊതുവായി വരുന്ന എലമെന്റ്സ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എയിലെ എലമെന്റിൽ നിന്ന് ഏതെങ്കിലും ബിയിലെ എലമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എലമെന്റ്സ് ഒഴിവാക്കി ബാക്കിയുള്ള എയിലെ എലമെന്റിനെയാണ് ഡിഫറൻസ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബിയിൽ വരുന്ന എലമെന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കിയുള്ള എയിലെ എലമെന്റ്സ് അതാണ് എ മൈനസ് ബി. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ബിയിലെ എലമെന്റ് നോക്കുക. ബിയിലെ എലമെന്റിൽ എയിലെ ഏതെങ്കിലും എലമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ എലമെന്റ്സ് ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റിനെയാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. അടുത്ത കോംപ്ലിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. കോംപ്ലിമെന്റ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷ് എന്നാണ്. എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ വേർ യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. അതായത് എന്ത് ചെയ്യണം, ഇത് തന്നെയാണ് ഡിഫറൻസ് തന്നെയാണ്. എ ഡാഷ് എങ്ങനെ കാണണം, യു മൈനസ് എ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെന്റ്സ് ഒഴിവാക്കി ബാക്കിയുള്ളതാണ് എ ഡാഷ്. നെക്സ്റ്റ് ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആവും. അതേപോലെ ഇന്റർസെക്ഷൻ വരുമ്പോൾ റൈറ്റ് സൈഡിൽ യൂണിയൻ ആണ് വരുന്നത്, ഇത് ഇന്റർസെക്ഷൻ അല്ല കേട്ടോ. യൂണിയൻ എന്ന് എഴുതുക. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ യു ഷേപ്പിലുള്ളത് യൂണിയൻ ബി ഡാഷ് എന്ന് മാറ്റി എഴുതുക. നെക്സ്റ്റ് റിസൾട്ട്, if A and B are any two sets, then n of A union B equal to n of A plus n of B minus n of A intersection B. അതായത് n of A union B എന്ന് പറഞ്ഞാൽ A യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്യണം, n of A plus n of B, എയിലുള്ള എലമെന്റിന്റെ എണ്ണം പ്ലസ് ബിയിലുള്ള എലമെന്റിന്റെ എണ്ണം മൈനസ് n of A ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റിന്റെ എണ്ണം ചെയ്യുക. ഈ എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ, ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഇല്ല, എംപ്റ്റി ആണ്. അപ്പോൾ ഈ നമ്പർ ഇല്ല. അപ്പൊ n of A യൂണിയൻ ബി എന്ത് ചെയ്താൽ മതി, n of A പ്ലസ് n of B. അത് 3 സെറ്റ് വരുന്ന കേസിൽ, ഇപ്പൊ ഇതിൽ 2 സെറ്റാണ് എയും ബിയും മാത്രം. 3 സെറ്റ് വരുന്നുണ്ടെങ്കിൽ ഫോർ എനി 3 സെറ്റ്സ് എ ബി സി n of A union B union C equal to n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of C intersection A plus n of A intersection B intersection C ആണ്. അതേപോലെ n of A minus B, A minus B യിലുള്ള എലമെന്റിന്റെ എണ്ണം കാണാൻ എയിലുള്ള എലമെന്റിന്റെ എണ്ണം മൈനസ് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റിന്റെ എണ്ണം, n of A മൈനസ് n of A ഇന്റർസെക്ഷൻ ബി. n of B മൈനസ് എ എന്തായിരിക്കും, അപ്പോൾ n of B മൈനസ് n of A ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി n of A ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു, ഇതിൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആവും. അത് n of U മൈനസ് n of A യൂണിയൻ ബി ആണ്. ഇത്രയും റിസൾട്ട്സ് ഓർത്തു വെക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മാർച്ച് 2020 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇഫ് എ ഈക്വൽ ടു എന്നാണ്, ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അതായത് എണ്ണൽ സംഖ്യയാണ് എക്സ് എന്ന് പറയുന്നത്. ഈ സെറ്റിനകത്ത് എഴുതുന്ന എലമെന്റ്സ് എണ്ണൽ സംഖ്യകളാണ്. ആ എണ്ണൽ സംഖ്യകൾ 5ൽ കുറവാണ്. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ 7ൽ കൂടുതലാണ്. 5ൽ കുറവും 7ൽ കൂടുതലുമായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ, അങ്ങനെയുള്ള നമ്പേഴ്സ് ഇല്ല. അതായത് ഈ സെറ്റിനകത്ത് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. ദെൻ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. എയിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത് സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6 ഓപ്പൺ ഇന്റർവൽ 6 12 ഈസ്. അപ്പൊ അത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ഇന്റർവൽസ് ആസ് സബ്സെറ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങില്. അപ്പൊ അതില് 6 12 ഓപ്പൺ ഇന്റർവൽ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം 6നും 12നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. ഈ ബ്രാക്കറ്റ് ആയതുകൊണ്ട് 6 ഇല്ല. അതേപോലെ റൈറ്റ് സൈഡിലും ഈ ബ്രാക്കറ്റ് തന്നെ ആയതുകൊണ്ട് 12ഉം ഇല്ല. അപ്പൊ അതെങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ ഫോമിന്റെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് റിയൽ നമ്പർ ആണ് എന്നുള്ളത് എക്സ് ബിലോങ്സ് ടു ആർ എഴുതി. എക്സ് ഒരു റിയൽ നമ്പർ ആണ്. ഇനി ഏതിന്റെ ഇടയിലുള്ള റിയൽ നമ്പർ ആണ്? 6നും 12നും ഇടയിലുള്ളതാണ്. 6ഉം ഇല്ല 12ഉം ഇല്ല. ഇതിൽ നോക്കുക, സെറ്റ് ഓഫ് ഓൾ എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് റിയൽ നമ്പർ ആണ്. 6നും 12നും ഇടയിലാണ്. പക്ഷെ 6 ഇതിലില്ല. ഏത് വന്നു? 12 വന്നു. പക്ഷെ 12ഉം ഇല്ല. അപ്പൊ ഇതല്ല. അടുത്തത് നോക്കുക, എക്സ് ബിലോങ്സ് ടു ആർ, 6നും 12നും ഇടയിൽ ആണ് എക്സ്. അതായത് എക്സ് റിയൽ നമ്പർ ബിറ്റ്വീൻ 6 ആൻഡ് 12. 6ഉം ഇല്ല 12ഉം ഇല്ല. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് നോക്കുക, ഇതിൽ 6ഉം 12ഉം വന്നു. ഇത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഇതിൽ 6 വന്നു 12 ഇല്ല. അപ്പൊ 6നും 12നും ഇടയിലുള്ള നമ്പേഴ്സും 6ഉം. ഇതുമല്ല, നമ്മുടെ ആൻസർ ബി ആണ്. അടുത്തത് ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി then A union B is. എയും ബിയും രണ്ട് സെറ്റാണ്. സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും. അപ്പോ എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ബിയിലെ എല്ലാ എലമെന്റ്സും ആണ്. എന്തുകൊണ്ടാണ്? എയിലെ എല്ലാ എലമെന്റും ബിയിലുള്ളത് കൊണ്ട് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർവേ ഓഫ് 600 students in a school, 150 students were found to be taking tea and 225 students were taking coffee. 100 were taking both tea and coffee. Find how many students were taking neither tea nor coffee. ഇതില് നമ്മൾ സർവേ നടത്തുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം 600 ആണ്. അപ്പൊ നമ്മള് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞത് എൻ ഓഫ് യു എന്ന് പറഞ്ഞത് എത്രയായിട്ട് എടുക്കുക? യൂണിവേഴ്സൽ സെറ്റ് യുവിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 600 ആണ്. നമുക്ക് പറയുന്നത് ഈ സ്റ്റുഡൻസിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് സ്റ്റുഡൻസ് ടേക്കിംഗ് ടീ ആൻഡ് സ്റ്റുഡൻസ് ടേക്കിംഗ് കോഫി ആണ്. അപ്പൊ രണ്ട് സെറ്റായി ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെറ്റിനെ നമ്മൾ എ ആയിട്ട് എടുക്കാം, മറ്റേ സെറ്റ് ബി ആണ്. എയിൽ വരുന്നത് സ്റ്റുഡൻസ് ടേക്കിംഗ് ടീ ആണ്, ബിയിൽ വരുന്നത് സ്റ്റുഡൻസ് ടേക്കിംഗ് കോഫി ആണ്. അപ്പോൾ എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം ടേക്കിംഗ് ടീ എത്ര പേരാണ്? 150. അപ്പൊ എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എൻ ഓഫ് എ ഈക്വൽ ടു 150. ഇനി കോഫി ഉപയോഗിക്കുന്നവര് ബി ആയിട്ട് എടുത്തു. അപ്പൊ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 225 ആണ്. ഇനി 100 എന്ന് പറയുന്നത് എന്താണ്? 100 എന്ന് പറയുന്നത് ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ടീയും കോഫിയും രണ്ടും ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണ് 100. അപ്പൊ അതില്
ഓർത്ത് വെക്കാനും ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓർത്ത് വെക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഞാൻ ഈ ബോക്സിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിലൊന്നാമത്തത് എയ്തർ എ ഓർ ബി. അപ്പൊ ഇതിൽ എ എന്ന് പറഞ്ഞ ടീ, ബി എന്ന് പറഞ്ഞ കോഫിയാണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ എയ്തർ ടീ ഓർ കോഫി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? എ യൂണിയൻ ബി ആണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് എ ആൻഡ് ബി. ഹിയർ ബോത്ത് ടീ ആൻഡ് കോഫി. അതാണ് ഇതിൽ വരുന്നത്. ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് കണ്ടാൽ എന്താണ് കാണേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ ഇതില് 100 were taking both tea and coffee എന്ന് പറയുമ്പോൾ 100 were taking both tea and coffee എന്നുള്ളത് ഇത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് 100. n of a intersection b equal to 100. ഇനി how many students were taking neither tea nor coffee? അതെങ്ങനെയാണ് നമുക്ക് സെറ്റിന്റെ സിമ്പൽ ഉപയോഗിച്ച് എഴുതുന്നത് നോക്കാം. neither a or b. neither a nor b എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. a dash ഇന്റർസെക്ഷൻ b dash. എയും അതായത് കോഫിയും ഉപയോഗിക്കുന്നില്ല, ടീയും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് കോഫി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കോഫി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എ ഡാഷ്, ആൻഡ് ടീ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബി ഡാഷ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നെയ്തർ എ നോർ ബി എന്നുള്ളത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ അതാണ് നമുക്ക് അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ്, സ്റ്റുഡൻസിന്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 2 പോയിന്റ്സും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. എ ബട്ട് നോട്ട് ബി എന്ന് കണ്ടാൽ ചെയ്യേണ്ടത് എ മൈനസ് ബി. ബി ബട്ട് നോട്ട് എ എന്ന് കണ്ടാൽ ബി മൈനസ് എ ആണ് നമുക്ക് കാണേണ്ടത്. ഇതില് നമുക്ക് കാണേണ്ടത് എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി ആണ്. എൻ ഓഫ് യു 600 ആണ്. നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി കാണണം. പിന്നെ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. 150, 225 മൈനസ് 100 ഈക്വൽ ടു 275. therefore n of neither tea nor coffee എന്നുള്ളത് n of a dash intersection b dash equal to n of u minus n of a union b equal to 600 minus 275 equal to 325. ഇതിനെ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. റെക്റ്റാങ്കിൾ യു ആണെന്ന് പറഞ്ഞു. 2 സെറ്റ് എയും ബിയും, അതിൽ കോമൺ എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരക്കുന്നത്. ആ 2 സെറ്റിനെയും ഈ രീതിയിൽ വരക്കുന്നത് കോമൺ എലമെന്റ്സ് കൂടി ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ റെക്റ്റാങ്കിൾ വരക്കുക. 2 ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സർക്കിളായിട്ട് എയും ബിയും 2 സെറ്റ് വരക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോമൺ എലമെന്റ്സ് എത്രയുണ്ടോ അതാണ് മാർക്ക് ചെയ്യുന്നത്. എയിലും ബിയിലും പൊതുവായുള്ള എലമെന്റ്സ്, ബോത്ത് ടേക്കിംഗ് ടീ ആൻഡ് കോഫി എന്ന് പറയുമ്പോൾ എയും ബിയും പൊതുവായിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ഈ കോമൺ റീജിയനിൽ എത്ര പേരുണ്ട്? 100. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓരോ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പൊ എയിലുള്ള എലമെന്റിന്റെ എണ്ണം 150 ആണ്. അത് ഈ 100 നമ്മൾ എഴുതി കഴിഞ്ഞു, അത് ഈ സർക്കിളിനകത്ത് വരുന്നതാണ്. അപ്പൊ 100 എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 50, അതാണ് ഇതിന് പുറത്തായിട്ട് വരുന്നത്. കോമൺ അല്ലാതെ ബാക്കി എയിൽ മാത്രമായിട്ടുള്ളത് 50 ആണ്. അങ്ങനെയാണ് ടോട്ടൽ എക്കകത്ത് ഈ ബ്ലൂ കളറിനകത്ത് 150 സ്റ്റുഡൻസ് വന്നു. അടുത്തത് ബി എന്ന് പറഞ്ഞ സെറ്റില് ടോട്ടലായിട്ട് 225 ആണുള്ളത്. അതിൽ 100, അതായത് ഈ റോസ് കളറിനകത്തുള്ളത് 100 സ്റ്റുഡൻസിനെ എഴുതി കഴിഞ്ഞു നമ്മൾ. ബാക്കി 225-ന് 125 പേരാണ് ബാക്കിയുള്ളത്. അത് ഇതിനകത്ത് എഴുതി. അപ്പൊ ഇത്രയും യുവിനകത്ത് വരുന്നതാണ് ഇത്രയും സ്റ്റുഡൻസ്, അതായത് 225 പേര് ഇതിനകത്ത് വന്നു. 225 അല്ല, 275 പേര് ഇതിനകത്ത് വന്നു. ഈ 2 സെറ്റിനകത്തായി എക്കും ബിക്കും അകത്തായിട്ട് ഇത്രയും പേര് വന്നു. ബാക്കി 600-ൽ വരുന്നത് 325 പേരാണ്. അത് ഈ 2 സെറ്റിനും ഔട്ട്സൈഡ് ആണ്, യുവിന് അകത്താണ്. അപ്പോൾ അതാണ് ബാക്കിയുള്ളത്. ഇത് നമുക്ക് കാണേണ്ടത് നെയ്തർ ടീ നോർ കോഫി എന്ന് പറയുമ്പോൾ എയിലുമില്ല ബിയിലും ഇല്ലാത്തവരാണ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും രണ്ടിലും ഇല്ലാത്തവരാണ്.
എന്ന് പറയുമ്പോൾ എയിലും ബിയിലും ഇല്ലാതെ ഔട്ട്സൈഡ് വരുന്നവരുടെ എണ്ണമാണ് നമ്മുടെ ഈ 325 എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്രൂവ്മെന്റ് 2019 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് a set is 63, then the number of elements of the set is. അതായത് ഏതോ ഒരു സെറ്റ് എ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എടുക്കാം നമുക്ക്, അതിന്റെ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം 63 ആണ്. പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം കാണാൻ നമ്മൾ ഫോർമുല നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2m-1 അല്ലെങ്കിൽ 2n-1, അതാണ് 63. അങ്ങനെയാണെങ്കിൽ ഇതിൽ n എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റിന്റെ എണ്ണമാണ്, അതാണ് നമുക്ക് കാണുന്നത്. then the number of elements of the set is 2n-1 ആണ് 63. therefore 2n, ഈ -1 എന്നുള്ള റൈറ്റ് സൈഡിൽ പോയാൽ 63 + 1 64. 2n 64 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര 2 ആണ് അതിൽ വരുന്നത്? 5 എണ്ണമാണ്. അപ്പോൾ 2/5. 2n = 2/5. therefore n = 5. ദാറ്റ് ഈസ് ആ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 5 ആണ്. അങ്ങനെയാണെങ്കിലാണ് അതിന്റെ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം 63 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a = set of all x such that x is a letter in the word mathematics, b = set of all y such that y is a letter in the word statistics. then find a - b, a intersection b. നമുക്ക് ആദ്യം എയും ബിയും രണ്ടും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിന് രണ്ടിനെയും നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. റോസ്റ്റർ ഫോമിൽ എഴുതിയാലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ എളുപ്പം. അപ്പൊ അതിൽ എയിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ലെറ്റേഴ്സ് ആണ്, മാത്തമാറ്റിക്സിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. അപ്പൊ എം, എ, ടി, എച്ച്, ഇ, പിന്നെയും എം വരുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം എഴുതിയത് കൊണ്ട് വീണ്ടും എഴുതണ്ട. അപ്പോൾ ഈ കഴിഞ്ഞ് പിന്നെ എ എഴുതി, ടി എഴുതി, ഐ, സി, എസ്. അതായത് എ = MEATHEICS. ഇതാണ് എയിലുള്ള എലമെന്റ്സ്. അടുത്ത ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ എസ്, ടി, എ, ഐ, സി, ഇത്രയാണ് ബിയിൽ വരുന്ന എലമെന്റ്സ്. നമുക്ക് കാണേണ്ടത് a - b ആണ്. അപ്പൊ a - b എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സ് നോക്കുക. അതില് ബിയിലെ ഏതെങ്കിലും എലമെന്റ് വന്നാൽ അതിനെ ഒഴിവാക്കുക. അപ്പൊ എയിലെ എലമെന്റ്സ് നോക്കി, അതിൽ ബിയിൽ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ എന്ന് നോക്കാം. എസ്, അത് ഇതിലുണ്ട്, അപ്പൊ അത് ഒഴിവാക്കണം. എയിൽ നിന്ന് അത് കട്ട് ചെയ്യുക. ടി, അത് കട്ട് ചെയ്യണം. പിന്നെ എ, അതും വന്നിട്ടുണ്ട്, എയിലുണ്ട്, അത് കട്ട് ചെയ്യണം. ഐ, അത് ക്യാൻസൽ ചെയ്യുക. സി, അത് ഒഴിവാക്കുക. ഈ ബിയിലെ എല്ലാ എലമെന്റും ഇതിൽ വന്നു, എയിൽ വന്നു. അപ്പൊ ബിയിലെ എല്ലാ എലമെന്റും ഇതിൽ വരുന്നുണ്ട്. ആ എലമെന്റ്സ് ഒക്കെ ഒഴിവാക്കുക. ബാക്കി എം, എച്ച്, ഇ, ഈ 3 എണ്ണമാണ് എയിൽ മാത്രമായിട്ട്, ബിയിൽ ഇല്ലാത്ത എയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞു. അതാണ് a - b. അടുത്ത എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും പൊതുവായിട്ടുള്ള എലമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് രണ്ടിലും വരുന്ന എലമെന്റ്സ്. STAIC, അത് എയിലും ബിയിലും വരുന്ന എലമെന്റ്സ് ആണ്. അതാണ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സ്. B. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു, മാർച്ച് 2020 അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഒന്നും കൂടി എഴുതുന്നില്ല. അത് ഇംപ്രൂവ്മെന്റ് 2019 അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. Draw Venn diagrams which represents A union B whole dash, A dash union B dash. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ വെൻ ഡയഗ്രം വരക്കണമെങ്കിൽ A യൂണിയൻ B വേണം. അതിന്റെ കോംപ്ലിമെന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വെൻ ഡയഗ്രം നമ്മൾ ആദ്യം യു റെക്റ്റാങ്കിൾ വരച്ചു. 2 സെറ്റാണ്, എയും ബിയും ആണുള്ളത്. അതിന് എ എന്ന് പറയുന്ന സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ്, ബി എന്ന് പറയുന്ന എലിപ്സും വരച്ചു. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും ആണ്. അപ്പൊ ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തതാണ് എ യൂണിയൻ ബി. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുമാണ് എ യൂണിയൻ ബിയിലുള്ളത്. അതിന്റെ കോംപ്ലിമെന്റ്, ഏതൊരു സെറ്റിന്റെയും കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ
അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കണം. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കണം. അതേപോലെ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് എ യൂണിയൻ ബി ഒഴിവാക്കണം. അപ്പോൾ യു എന്ന് പറയുന്ന ബ്ലൂ കളറിലുള്ള റെക്റ്റാങ്കിളിൽ നിന്ന് ഈ രണ്ട് സർക്കിൾ ഒഴിവാക്കിയാൽ എ യൂണിയൻ ബി ഈ റെഡ് കളർ ഒഴിവാക്കിയാൽ കിട്ടുന്ന ബാക്കി ഭാഗമാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അതായത് ഈ ബ്ലൂ കളറിൽ വരുന്ന ഭാഗത്തിനെയാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്ന സർക്കിൾ ഒഴിവാക്കി ബാക്കിയുള്ളതാണ് എ ഡാഷ്. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സർക്കിൾ ഒഴിവാക്കി ബാക്കിയുള്ളതാണ് ബി ഡാഷ്. അതിന്റെ എല്ലാത്തിന്റെയും യൂണിയൻ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ പാർട്ട് ഒഴിവാക്കി ബാക്കി എല്ലാ ഭാഗവും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ബൈ ഡി മോർഗൻസ് ലോ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. ഈ വൈറ്റ് കളറിലുള്ള ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യുയിൽ നിന്ന് ഈ വൈറ്റ് കളറിൽ വരുന്ന പാർട്ട് ഒഴിവാക്കണം. യു എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ആണ്, യെല്ലോ കളറിലുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഈ വൈറ്റ് കളർ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്, ദാറ്റ് ഈസ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്.